പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ശരിക്കും പഠിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത്. പക്ഷേ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ആ വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ആ പോയിന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്ന ഒരു അവസ്ഥ. ഇത് നമ്മൾ പറയുന്നതല്ല, ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണല്ലോ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്തതാണ്. നമ്മളെല്ലാവരും റിവൈസ് ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനു മുമ്പ് ഈ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. യെസ്, ഒന്നാമത്തത് പാസീവായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, പാസീവ് റിവൈസിങ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും റിവൈസ് ചെയ്യാന്നുള്ള പേരിൽ നമ്മൾ അതെടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓരോ പോയിന്റ്സ് വായിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് പഠിച്ചത് കൊണ്ട് നമുക്ക് ഇതിനോട് പരിചയമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇതെനിക്കറിയാം എന്നുള്ള നമുക്കൊരു ഫെമിലിയാരിറ്റി വരും, അല്ലെങ്കിൽ ഒരു പരിചയം തോന്നും. അപ്പോൾ നമുക്ക് എന്ത് കോൺഫിഡൻസ് വരും, ഓക്കെ ഇതെനിക്ക് അറിയാവുന്നതാണ്, ഓൾറെഡി പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് കണ്ടുപരിചയം ഉള്ളത് കൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഫെമിലിയാരിറ്റി ബയസ്നോ അല്ലെങ്കിൽ ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസ് എന്നൊക്കെയാണ് ഇതിന് പറയുക. അതായത് നമുക്ക് കണ്ടുപരിചയം തോന്നുന്നതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് വരും. നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ടോപ്പിക്ക് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാതെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഉള്ള പ്രശ്നമാണ് ഈ ഒരു റിവൈസിങ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത്. ഇനി അടുത്തൊരു റിവൈസിങ് പറയുന്നത് ആക്റ്റീവ് റിക്കോൾ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പഠിച്ചു, അതിനുശേഷം ഇപ്പോൾ ഈ പാസീവിൽ ചെയ്ത പോലെ എടുത്ത് വായിച്ച് നോക്കാതെ അതവിടെ അടച്ചു വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നതെന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും എത്രയെങ്കിലും ഒരു ശതമാനം സാധനം മറന്നു പോയിട്ടുണ്ടാവും. നമുക്ക് അത് മുഴുവൻ 100% നമ്മൾ പഠിച്ചത് നമുക്ക് പറയാനോ എഴുതാനോ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൽ എത്രയെങ്കിലും ഒരു ഭാഗം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ആ മിസ്സായി പോകുന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്നുകൂടി എടുത്ത് പഠിക്കുക. അങ്ങനെ നമ്മളത് സ്ട്രോങ് ആക്കി വെക്കുക. പിന്നെയും നമ്മൾ ഒരു കുറച്ച് ദിവസം കണ്ടു, 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി എടുത്ത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ വേണ്ടി നോക്കാതെ തന്നെ പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ പിന്നെയും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും. ആ മിസ്സായി പോയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക, പിന്നീട് എടുത്ത് ഒന്നുകൂടി പഠിക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയ സ്ട്രോങ് ആക്കി വെക്കുക. ഇങ്ങനെ ചെയ്താലാണ് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക് നല്ലോണം എക്സാം ഹാളിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഓർമ്മയിൽ നിന്ന് എടുത്ത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ റിവൈസിങ് മാത്രമല്ല നടത്തേണ്ടത്, എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് എക്സാമിനൊക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ.